നമസ്കാരം, ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ സ്വകാര്യ നഴ്സിംഗ് കമ്പനിയിലെ 500ഓളം നഴ്സുമാർ പണിമുടക്കിൽ. പണിമുടക്കുന്നവരിൽ ഭൂരിഭാഗവും മലയാളികൾ. വിശദമായ വാർത്തകളിലേക്ക്. കുവൈറ്റിൽ സ്വകാര്യ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ 500ഓളം നഴ്സുമാർ പണിമുടക്കിൽ. GTC കമ്പനിയുടെ കോൺട്രാക്റ്റിൽ മുബാറക് അൽ കബീർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് ജീവനക്കാരാണ് സമരത്തിലേർപ്പെട്ടത്. പണിമുടക്കിയ തൊഴിലാളികൾ ഭൂരിഭാഗവും മലയാളികളാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ ചെറുപ്പക്കാർ നീതി തേടി എംബസിയിലേക്കുള്ള യാത്രയിലാണ്. ഒപ്പം മീഡിയ വണ്ണും. റെസിഡൻസ് യഥാവിധി പുതുക്കി നൽകാത്തതും ശമ്പള വിതരണത്തിലും മറ്റും കമ്പനി കാണിക്കുന്ന അനാസ്ഥയുമാണ് സമരത്തിലേക്ക് നയിച്ചതെന്നും യാത്രാമധ്യേ ഇവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കുവൈറ്റിൽ താമസിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട സാധനമാണ് ഇവിടുത്തെ സിവിൽ ഐ ഡി, റെസിഡൻസ്. അതുപോലെ അവർ റിന്യൂ ചെയ്തു തരാതെ ഇപ്പോൾ മാസങ്ങളായി സിവിൽ ഐ ഡി ഇല്ലാതെ, അത് സിവിൽ ഐ ഡി തീരുമ്പോഴാണെങ്കിൽ തന്നെ അവർ എക്സ്റ്റൻഷനിലോട്ട് മാറ്റുകയാണ്. ഇന്ന് പണിമുടക്കിയവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. ഗർഭിണികളായവരും പ്രസവാവധി കഴിഞ്ഞവരുമായ സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ട്. മലയാളികൾക്ക് പുറമെ ഈജിപ്ത്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പണിമുടക്കിൽ പങ്കെടുത്തു. ഈ അടുത്തിടെ ഒരു കുട്ടിയുടെ ഫാദർ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു 3-4 ദിവസം കൃത്യമായിട്ട് അവിടെ ചെന്ന് ഒരു യാചനയുടെ സ്വരത്തിൽ പോലും അവിടെ പറഞ്ഞിട്ടും അവരൊരു നിരുത്തരവാദപരമായിട്ട് അത് ഇപ്പം കൊടുക്കാൻ പറ്റില്ല, നിൻ്റെ സിവിൽ ഐ ഡി അടിക്കുന്നതിനുള്ള ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഒഴിവാക്കുകയായിരുന്നു. ആ കുട്ടീനെ പോലീസ് പിടിക്കുകയും കയ്യിൽ കൈക്കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം വിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. കുവൈത്ത് നിയമവകുപ്പിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനിയായതിനാൽ വിസ പുതുക്കൽ നടപടികൾ പൂർത്തിയായിരുന്നില്ല. മാത്രമല്ല, പുതിയ റിക്രൂട്ട്മെന്റ് നടക്കാത്തത് കൊണ്ടുള്ള ജീവനക്കാരുടെ ദൗർലഭ്യം പരിഹരിക്കാൻ നിലവിലുള്ള നഴ്സുമാർ അധിക ഡ്യൂട്ടി ചെയ്യേണ്ട സാഹചര്യവുമാണ് നിലവിലുള്ളത്. ഞങ്ങളോടൊപ്പം ഒരേ ക്വാളിഫിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഈജിപ്ഷ്യൻ, ഫിലിപ്പീനോസ്, ഇന്തോനേഷ്യൻ സ്റ്റാഫ് അവർക്ക് 20 KD താഴെ, ഏകദേശം 4000 രൂപയിൽ താഴെ മാത്രമാണ് അവർക്ക് അവരുടെ രാജ്യത്തെ എക്സ്പെൻസ് വരുന്നത്. അത് അവരുടെ എംബസി നേരിട്ട് ഇടപെട്ട് അവരുടെ എക്സാമിൽ, മിനിസ്റ്റർ നടത്തുന്ന എക്സാമിൽ അവരുടെ എംബസി നേരിട്ട് ഇടപെടുന്നതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത്. നമ്മുടെ എംബസിയുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്. ഞങ്ങൾക്ക് ഇത്ര 10 മുതൽ 15 ലക്ഷം വരെ നാട്ടിൽ പലർക്കും പേ ചെയ്യേണ്ടി വരുന്നത്. കമ്പനി മേധാവികളുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് എംബസിയിലെത്തിയ സമരക്കാർ എംബസി ഉദ്യോഗസ്ഥരുമായി ചർച്ച തുടരുകയാണ്. ക്യാമറാമാൻ ഷാജഹാൻ കൊയിലാണ്ടിക്കൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈത്ത്.